ഹേ ബഡീസ്, വെൽക്കം ടു മൂവി മലയാളി. നമ്മൾ ഇന്ന് ഗസ് ഹു ഐ ആം എന്ന സീരീസിന്റെ 10ാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിലാണെങ്കിൽ നമ്മൾ ഷെന്നെ ഇങ്ങനെ കിച്ചണിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവൾക്ക് ആകെ സങ്കടമായിരിക്കും. അതേസമയം നമ്മുടെ സോങ് അങ്ങോട്ട് വരികയാണ്. അവളെ കണ്ടത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങോട്ട് ഓടി ചെല്ലുകയാണ്. അപ്പൊ തന്നെ സോങ് പറയുന്നതോ, നിനക്കൊരു ഹാപ്പി ന്യൂസും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബാഡ് ന്യൂസും ഉണ്ട്, അത് ഏതാണ് കേൾക്കേണ്ടതെന്ന് ചോദിക്കുന്നു. ഷെന്നിനാണെങ്കിൽ ഗുഡ് ന്യൂസ് കേൾക്കാനാണ് ആഗ്രഹം. അപ്പോൾ അവൾ പറയുന്നത് അവൾ ആ കോൺട്രാക്ട് കയ്യിൽ കിട്ടിയതും കീറിച്ചു കളഞ്ഞു, അതുകൊണ്ട് അതോർത്ത് ഇനി ടെൻഷൻ വേണ്ട, നമ്മൾ ഫ്രീ ആണെന്ന്. പിന്നെ ബാഡ് ന്യൂസ് എന്നത് ഞാൻ ഇനി 1 വർഷത്തേക്ക് പൈസ പോലും ഇല്ലാതെ അവന്റെ ഭാര്യയായിട്ട് അഭിനയിക്കണമെന്നും. ഇത് കേട്ട് ഷെന്നിനാണെങ്കിൽ ആകെ സങ്കടം വരുവാണ്. അവൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എണ്ണി പെറുക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ സോങ്ങിന്റെ ഫോണിലോട്ട് ഒരു കോൾ വരുന്നു. അവര് പറയുന്നത്, എന്റെ ഭർത്താവാണെങ്കിൽ ഒരു ദുഷ്ടനാണ്, അയാൾ എന്റെ കൊച്ചിനെ അബോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അയാൾക്കൊരു നല്ല പാഠം പഠിപ്പിച്ചു കൊടുക്കണം, നിങ്ങൾ എന്നെ സഹായിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 1 മില്യൺ തരാമെന്ന് പറഞ്ഞു. ഇതേ സമയം അപ്പുറത്തെ സൈഡിലുള്ള ആളെയാണ് കാണിക്കുന്നത്. നമ്മുടെ അനിയൻകുട്ടനാണ് ഈ വോയിസ് ചേഞ്ചർ വഴിയിട്ട് ഇവളെ വിളിച്ച് സംസാരിക്കുന്നത്. പക്ഷെ നമ്മുടെ സോങ് ആണെങ്കിലോ ആ ഒരു എഗ്രിമെന്റ് ഏറ്റെടുക്കുന്നില്ല. ഞങ്ങൾ ഈ സർവീസ് ഒക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ട് അവൾ കോള് കട്ട് ചെയ്യുന്നു. പക്ഷെ എന്നാണെങ്കിൽ പറയും, നീ എന്ത് പണിയായി കാണിച്ച്, നല്ലൊരു ഓഫർ ആയിരുന്നു, നമുക്ക് ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എത്ര കാലം പണിതാലും ഇത്ര നമുക്ക് എമൗണ്ട് കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ സോങ് വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ജിയുടെ ഒരു എഗ്രിമെന്റ് ആണ് ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അവൻ അറിഞ്ഞാൽ ഇത് എന്തെങ്കിലും പ്രശ്നമാണെന്ന് ഓർത്തിട്ടാണ് അവൾ അത് വേണ്ടാന്ന് വെച്ചത്. ഇതേ സമയത്താണെങ്കിൽ കണ്ണാടി ചെറുക്കൻ സീനോട് സംസാരിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തലേ ദിവസമാണെങ്കിൽ ഇവൻ ഇങ്ങനെ സീനോട് ചോദിച്ചായിരുന്നു, ഇങ്ങനെ ഒരു എക്സിബിഷൻ ഉണ്ട്, നീ വരുമോ എന്നൊക്കെ. അപ്പൊ തന്നെ നമ്മുടെ സി ആണെങ്കിൽ ഓക്കെ പറയുകയാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ഇവൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കറക്റ്റ് 10 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ സി അവിടെ എത്തുകയാണ്. കാരണം 10 മണിക്ക് എത്തുന്നാണ് ഇവനോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവളുടെ ഷാർപ്പ് 10 മണിക്കുള്ള വരവ് കണ്ടിട്ട് ഇവൻ ഇങ്ങനെ ആലോചിക്കണം, ഇവളുടെ ഒരു പഞ്ച്വാലിറ്റിന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അവിടെ എക്സിബിഷന് വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് നോക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ കണ്ണടി ചെറുക്കൻ ഇങ്ങനെ ചോദിക്കുകയാണ്, നിനക്ക് ഈ ചിത്രം ഇഷ്ടമായോ എന്ന്. അതിന് മറുപടിയായിട്ട് സി പറയുന്നതോ, ഇതിന്റെ പ്രൈസും അതിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ചുമാണ്. അടുത്ത ചിത്രം ആവുമ്പോഴും ഇവൾ ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവൻ ഇങ്ങനെ തിരുത്തി പറയുകയാണ്, ഞാനിങ്ങനെ നിന്നോട് ചോദിച്ചത് ഇഷ്ടമായോ ഇല്ലയോ എന്ന് മാത്രം പറയാനാണ്, പക്ഷെ എന്തിനാണ് നീ ഇതുപോലെ പറയുന്നതെന്ന്. അപ്പോഴാണ് അവൾ ഇങ്ങനെ തിങ്ക് ചെയ്യുന്നത്, ശരിയാണല്ലോ, ഞാൻ എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന്. ഇത്രയും നാളായിട്ടും ആരും എന്റെ ഇഷ്ടങ്ങളെ കുറിച്ചോ ഇഷ്ടമില്ലായ്മയെ കുറിച്ചോ ഒന്നും ചോദിച്ചിട്ടില്ല. എല്ലാവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് എന്നോട് സംസാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നീ ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ വളരെ ഹാപ്പിയാണെന്ന് അവൾ പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി അവിടുത്തെ എക്സിബിഷൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണെങ്കിലോ ജീനെയും ജിയാങ്കിനെയും കാണിക്കുകയാണ്. അവരിങ്ങനെ ഓഫീസിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോസഫ് എന്ന ആളുമായിട്ട് ഒരു കൊളാബറേറ്റീവ് ബിസിനസ് ആണ് ഇവര് പ്ലാൻ ചെയ്യുന്നത്. അതിനായിട്ട് ഇന്നൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഒരു ചൈനീസ് കൾച്ചറാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പാർട്ടി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ സോങ്ങിനെയാണ് ഏർപ്പാടാക്കുന്നത്. അങ്ങനെ ഈവനിങ് ജി ആണെങ്കിൽ ജോസഫിനെയും വൈഫിനെയും കൊണ്ട് ആ പാർട്ടിയിലോട്ട് വരികയാണ്. എന്റെ വൈഫാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൈനീസ് കൾച്ചർ കൊണ്ടാണ് ഈ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വലിയ പൊങ്ങച്ചത്തിലൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ വരുന്നത്. എന്നിട്ട് ഇവർ 3 പേരും കൂടി അങ്ങോട്ട് കയറുമ്പോഴോ നമ്മുടെ സോങ് ആണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഒരുങ്ങിക്കെട്ടി നിൽക്കുകയാണ്. ഇത് കണ്ട് ജി ആണെങ്കിലോ അന്തം വിട്ട് നിൽക്കുകയാണ്. ദൈവമേ, ഇതെന്റെ ഭാര്യ തന്നെയാണോ എന്നോർത്ത്. ഇവനാണെങ്കിൽ ഇത്രയൊന്നും അല്ല പ്രതീക്ഷ, ചെറിയൊരു പാർട്ടിയാണ്. പക്ഷെ ഇവളാണെങ്കിലോ അത് വലിയൊരു സംഭവമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അവിടെ കുറേ ചൈനീസ് കലാരൂപങ്ങളും ഒക്കെ വരുന്നുണ്ട്. ജോസഫിനും വൈഫിനും ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ജിക്ക് ഒട്ടും ഇഷ്ടമാവുന്നില്ല. കാരണം ഇവൻ ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെ ഇവന് ദേഷ്യം വന്നിട്ട് ഇവളെയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോയിട്ട് സംസാരിക്കുകയാണ്. നിന്റെ ഉദ്ദേശം എന്താ? നീ ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് എന്നെ ട്രബിൾ ആക്കാൻ വേണ്ടിയിട്ടാണോ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഇവൻ ഇങ്ങനെ ചൂടായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളിങ്ങനെ പറയും, ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്തതാണ്, നീ എന്താ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നതെന്ന്. പക്ഷെ ഇവനാണെങ്കിലോ അതൊന്നും കേൾക്കാതെ ഇവളെ ഇട്ട് ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൾ എല്ലാം നിർത്തി, ഇനി ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ തന്നെ ജി ആണെങ്കിൽ അവളുടെ കൈയിൽ പിടിച്ച് വലിക്കുകയും ആ സമയത്ത് അവളുടെ തലയിലുണ്ടായിരുന്ന ആ ക്യാപ്പ് പോലത്തെ ഒരു നെറ്റ് കൊണ്ടുള്ള സാധനം താഴെ വീഴുകയാണ്. അവൾ അതെടുക്കാൻ വേണ്ടി കുനിഞ്ഞ് നോക്കിയതും ആ ഐ കോണ്ടാക്ട് ജോസഫ് ആകുകയാണ്. അങ്ങനെ അവൻ പൊസസ്സായി പോവുകയാണ് ഇവളുടെ മുന്നിൽ. ഇത് കണ്ട് അവൾ ആകെ ടെൻസ്ഡ് ആവാണ്. എന്നിട്ട് അവിടെ വന്നിരുന്ന് ഇവനെ മൈൻഡ് ചെയ്യാതെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജോസഫിന്റെ വൈഫിനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്, അവളെ എനിക്ക് ഈ കലകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവളെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ
സോങ് ആണെങ്കിലും ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇടാണ് ജീൻ്റെ മുമ്പിൽ. ഈ സമയത്തൊക്കെ നമ്മുടെ ജോസഫ് ആണെങ്കിൽ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ജി ശ്രദ്ധിക്കുന്നുമുണ്ട്. ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്നോർത്ത് അവളാണെങ്കിൽ റെസ്റ്റ് റൂമിലോട്ട് പോവാന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇതേ സമയം നമ്മുടെ ജോസഫ് നമ്മുടെ ജീനോട് പറയുകയാണ്, അതായത് നമ്മൾ ഇങ്ങനെ കൊളാബറേറ്റ് ചെയ്യുന്നത് സ്മൂത്ത് ആയിട്ട് പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് തന്നെ നിന്റെ ഭാര്യയായിട്ട് എനിക്കൊരു പ്രൈവറ്റ് മീറ്റ് വേണമെന്ന് പറയുന്നു. ഇത് കേട്ടത് അവന് നല്ല ദേഷ്യം വരെയാണ്. ജി അപ്പൊ തന്നെ പറയാം, എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് സോങ്ങിനെയും കൂട്ടി. സോങ് അങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്, അവിടെ ഗസ്റ്റ് വന്നിട്ടില്ല, അങ്ങോട്ട് പോകണ്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഇവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളെയും വലിച്ചോണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇവരിങ്ങനെ പോകുന്നതാണെങ്കിലോ ഒരു സൈഡ് കോർണറിൽ നിന്നിട്ട് ഒരാൾ അത് എല്ലാം ഫോണിൽ പകർത്തുന്നുണ്ട്. എന്തിനാന്നൊക്കെ നമുക്കിനി പിന്നെ മനസ്സിലാവും. വീട്ടിലെത്തി ജിയാക്കട്ടെ അവളിങ്ങനെ ഓരോന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ കാരണമാണ് ജോസഫ് ഇങ്ങനത്തെ വർത്താനമൊക്കെ പറഞ്ഞ് നീ അവനെ എന്നാ കാണിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് ആകെ ദേഷ്യപ്പെടുകയാണ്. ഇതേട്ട് അവൾക്കാണെങ്കിൽ സങ്കടവും ദേഷ്യമൊക്കെ വന്നിട്ട് അവൾ ഇത്രയും കാലം അനുഭവിച്ച ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. അവളുടെ ഇങ്ങനെ കണ്ണി നോക്കി ഓരോന്നിങ്ങനെ ആവുന്നത് അവളുടെ കുറ്റമാണോ, ഞാൻ എന്ത് ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ നീ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ ഇവൻ എന്താ പിന്നെ ഒന്നും പറയാനില്ല. ഇവൻ ഇതൊക്കെ കേട്ടിട്ട് അവൾ എന്നിട്ട് എല്ലാം നിർത്തി, ഇനി ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തി, ഞാൻ ഇനി എന്നും നിന്റെ കൂടെ ഷീൽഡായിട്ട് കൂടെ ഉണ്ടാകുമെന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് സോങ്ങിനൊരു സമാധാനവും വരുന്നില്ല. അവൾ എന്നിട്ടാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് റൂമിൽ എത്തിയിട്ട് ഇങ്ങനെ കണ്ണാടി നോക്കി ചിന്തിച്ചിരിക്കുകയാണ്. അപ്പൊ റൂം ആരോ ഇങ്ങനെ തട്ടും. ഇവള് വന്ന് നോക്കുമ്പോഴതാ ഇവളാണെങ്കിൽ ഇവൾക്ക് വേണ്ടിയിട്ട് കുറേ ഫുഡാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ജി ആണെങ്കിൽ ജിയാങ്കിനെയും സീനെയും വീഡിയോ കോൾ ചെയ്യുന്നതാണ്. ജോസഫ് ആയിട്ടുള്ള ആ ബിസിനസ് കൊളാബ് ഇനി നമുക്ക് ആവശ്യമില്ല എന്ന് ഇവൻ പറയുന്നത് കേട്ട് ജിയാങ്ക് ആകെ ദേഷ്യപ്പെടുകയാണ്. നീ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്രയും വലിയൊരു കാര്യം മാറ്റി വെക്കണോ, എന്തൊക്കെയാണ് നീ ഇപ്പം ചെയ്യുന്നതെന്ന് നിനക്ക് തന്നെ ഒരു ബോധം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അവനിങ്ങനെ പറഞ്ഞാൽ ഉറപ്പിച്ച കാര്യമാണ്, ഇതിനൊരു മാറ്റം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ തമ്മിലുള്ള സംസാരം എല്ലാം അപ്സ്റ്റേഴ്സിൽ നിന്ന് സോങ് കേൾക്കുന്നുണ്ടാകും. അവൾക്ക് ആകെ കുറ്റബോധം തോന്നുകയാണ്. കാരണം ഇവൾ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. പിറ്റേന്ന് രാവിലെയാണെങ്കിൽ ജി ഓഫീസിൽ പോകുവാന്ന് അവളോട് പറയും. ഇതേ സമയം അവളാണെങ്കിലോ TV കണ്ടിട്ടിരിക്കുമായിരിക്കും. ഓ ശരി നീ ഇന്ന് പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് അവനെ അയച്ച അപ്പം തന്നെ അവളാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. എന്നിട്ട് അവളിങ്ങനെ പറയും, ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞാൻ കാരണമാണത് ഇല്ലാതായി പോയത്, അതുകൊണ്ട് ഞാൻ ഇനി ജോസഫിനെ നേരിട്ട് തന്നെ മീറ്റ് ചെയ്യാൻ പോവുകയാണെന്ന്. അപ്പോൾ അവർ രണ്ടുപേരും പറയും, അതൊന്നും ശരിയാവത്തില്ല, നീ എന്തിനാ അവനോട് ഇങ്ങനെ ഓരോ സോഫ്റ്റ് കോർണർ കാണിക്കുന്നത്, നിനക്ക് അവനോട് എന്തെങ്കിലും അട്രാക്ഷൻ ലവ് ഒക്കെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അവളൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. കാരണം ഞാൻ കാരണമാണ് ഇതൊക്കെ പറ്റിയത്, അതുകൊണ്ട് ഞാനത് തിരുത്തുന്നേ ഉള്ളൂ എന്ന് അവളിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ സോങ് പ്ലാൻ ചെയ്തതുപോലെ ജോസഫിനെ കാണാൻ ഇവര് പോകുന്നു. ഇതേ സമയം ഇതൊന്നും അറിയാതെ ജിയും ജിയാങ്കും ആണെങ്കിൽ അവിടെ തന്നെ ആ ഫ്ലാറ്റിൽ വേറൊരാളെ കാണാൻ മീറ്റ് ചെയ്യാൻ വരുന്നുണ്ടാകും. ഇത് കഴിഞ്ഞിട്ടാണ് സോങ് വരുന്നത്. കണ്ണാടി ചെറുക്കനാണെങ്കിൽ ഇവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയം അവിടുത്തെ ഒരു സ്റ്റാഫിനെ പോലെ വേഷം ധരിച്ചിട്ട് ഷെന്നും അവളുടെ കൂടെ തന്നെ ഉണ്ട്. ഷെൻ ഇങ്ങനെ ഓരോന്നൊക്കെ പ്ലാൻ ചെയ്ത് പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവള് ജോസഫിന്റെ റൂമിലെത്തുന്നു. ഇവളെ കണ്ടതും ജോസഫ് പറയുന്നത്, ഓ ഭർത്താവിന് വേണ്ടി ഭാര്യ തന്നെയാണോ ഇതിനു വേണ്ടി വന്നിരിക്കുന്നത്, കയറി വാന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അകത്തേക്ക് കയറ്റുന്നു. ഞാൻ നിന്നെ ഒന്ന് വാണിംഗ് ചെയ്യാനും കൂടിയാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഒരു കവറിൽ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് കണ്ട് ജോസഫ് ഞെട്ടുകയാണ്. കാരണം ഇവൻ ഇത്രയും നാളും ഓരോ പെണ്ണുങ്ങളുടെ കൂടെ കറങ്ങി നടന്നതാണ് ആ ഫോട്ടോസിലുള്ളത്. ഇത് നിന്റെ ഭാര്യയ്ക്ക് ഞാൻ അയച്ചു കൊടുക്കും, അതുകൊണ്ട് തന്നെ നീ എൻ്റെ ഭർത്താവായിട്ട് ആ ക്യാൻസൽ ചെയ്ത കൊളാബ് ഒന്നുകൂടെ എഗ്രിമെന്റ് ചെയ്യണമെന്ന് പറയുന്നു. ഇവളുടെ ഈ സംസാരം കേട്ടിട്ടാണെങ്കിൽ ജോസഫ് പേടിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അവനാണെങ്കിലോ ഒരു കൂസൽ പോലും ഇല്ലാതെ ആ ഡോർ ലോക്ക് ചെയ്തിട്ട് ഇവളോടായി പറയുകയാണ്, നീ എന്താണ് വിചാരിച്ചത്, എൻ്റെ ഭാര്യ ഇതൊക്കെ കേട്ടിട്ട് അവളെ ടെൻസ്ഡ് ആവുമെന്നോ, അവൾക്ക് ഒരു കുഴപ്പവുമില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ, നിന്റെ ഭർത്താവായിട്ട് കൊളാബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നീ തന്നെയാണ് ഇവിടെ വന്ന് എൻ്റെ മുമ്പിൽ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നതെന്ന് പറയുന്നു. ഇത് കേട്ടതും അവൾ ആകെ പേടിക്കുകയാണ്, ഇവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഓർത്തുകൊണ്ട്. ഇതേ സമയം കണ്ണാടി ചെറുക്കനാണെങ്കിലും താഴെ ഇരിക്കുന്നുണ്ടല്ലോ, അവിടെയാണെങ്കിൽ സി വരികയാണ്. നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവനൊന്നും പറയാൻ പറ്റുന്നില്ല. അവനിങ്ങനെ വാ വിളിച്ച് നിൽക്കുക. റൂമിലാണെങ്കിലോ ജോസഫ് ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൾ ഇങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് ഷെന്നിനെയും കണ്ണാടി ചെറുക്കനും. പക്ഷെ ആരും അതിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇവളാകെ ടെൻഷനായിട്ട് അവനെ ചവിട്ടിയത് ഇവള് എങ്ങോട്ടാ പോകുന്ന അറിയില്ലല്ലോ, ഡോർ ലോക്കല്ലേ. അങ്ങനെ ഇവള് വിൻഡോ സൈഡ് പോയിട്ട് ആ ബാൽക്കണിയിൽ ചെന്നിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇതേ സമയം കണ്ണാടി ചെറുക്കൻ പറയുന്നത് കേട്ട് ഇവളാണെങ്കിൽ ഓടിച്ചെന്ന് അത് ജീനോട് പറയുകയാണ്. അപ്പോഴേക്കും കുറെ ആൾക്കാരാണ് ഇതേ ആ പെണ്ണ് എന്താ നോക്കിക്കെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മുകളിലോട്ട് നമ്മുടെ സോങ്ങിനെയാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ജി ആണെങ്കിൽ ഒച്ച കേട്ട് പോകുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ സോങ് ആണെങ്കിൽ ഇങ്ങനെ രക്ഷപ്പെടുന്നതാണ് കാണുന്നത്. അവൻ അപ്പോൾ തന്നെ അങ്ങോട്ട് ഓടിപ്പോവുകയാണ്. സോങ് ആണെങ്കിലോ
ആ ബാൽക്കണിയിൽ നിന്ന് അടുത്ത ബാൽക്കണിയിലേക്ക് നടന്നു പോയിട്ട് അവിടെ എത്തുകയാണ്. ഇതേ സമയം ജോസഫ് വന്നിട്ട് ലക്ഷ്യമിട്ടല്ലോ എന്ന് ഓർത്തിട്ടാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ ഓടി പോവുകയാണ്. എന്നിട്ട് ലിഫ്റ്റ് നോക്കുമ്പോഴത്തേക്ക് തന്നെ ലിഫ്റ്റ് ഒന്നും അവിടെ വരുന്നില്ല. ഇവളാകെ പേടിക്കണം. അപ്പത്തേക്കും ദേ നമ്മുടെ ജി ആണെങ്കിൽ ആ ലിഫ്റ്റിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. എന്നിട്ടാണെങ്കിൽ അവളിങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. ഒന്നും തന്നെ അവന് പറയാനില്ല. അവനിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ കണ്ണാടി ചെറുക്കനും സിയും ഷെന്നും എല്ലാവരും കൂടെ അങ്ങോട്ട് വരുവാണ്. എന്നിട്ട് അവർ നോക്കുമ്പോൾ തന്നെ ദേ ഇവരിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തി സോങ്ങും ചെയ്യുകയാണെങ്കിൽ ഒന്നും രണ്ടും പറഞ്ഞിട്ട് അടി കൂടുകയാണ്. എന്നിട്ട് ചെയ് ഇങ്ങനെ പറയണം, എൻ്റെ പേരും പറഞ്ഞിട്ട് നീ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യണ്ട, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പും വേണ്ട, നീ അവിടുത്തെ താഴെ വീണ് ചത്തിരുന്നെങ്കിൽ എന്തായെന്നൊക്കെ പറഞ്ഞാൽ അവളിങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്. അവളിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ കാരണമല്ല അതൊക്കെ ഇതായത്, അതുകൊണ്ട് മാത്രമേ ഞാൻ ചെയ്തത്, ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. എനിക്ക് ഇനി നിന്റെ എഗ്രിമെന്റും വേണ്ട, ഒന്നും വേണ്ടെന്ന്. അപ്പത്തേക്കും ജി പറയുന്നുണ്ട്, ആഹാ നിനക്ക് അങ്ങനെയൊന്നും പറഞ്ഞു പോകാനൊന്നും പറ്റത്തില്ല, കാരണം ഇനി ഇങ്ങനെ പറഞ്ഞു പോയാൽ എനിക്ക് നീ 1 മില്യൺ യുവാൻ തരണമെന്ന് പറയുന്നു. ഇവന്റെ ഈ പറച്ചിൽ കേട്ട് അവള് ഷോക്കാണ്. കാരണം ഇതൊന്നും അവൾക്ക് അറിയില്ല. അപ്പൊ അവനിങ്ങനെ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ അപ്പോഴും പറഞ്ഞല്ല എഗ്രിമെന്റ് വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്യാൻ വേണ്ടി. അപ്പോഴാണ് അവൾക്ക് അമളി പറ്റിയത് മനസ്സിലാവുന്നത്. എന്നിട്ടും അഹങ്കാരമൊന്നും ഒട്ടും കുറയ്ക്കാതെ തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോടും. ഞാൻ എങ്ങനെയും നിന്റെ പൈസ തന്നു തീർക്കൂടാന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് കണ്ണാടി ചെറുക്കനോടും ഷെന്നിനോടും പറയുന്നുണ്ട്, ഞാനിങ്ങനെ ഇറങ്ങിപ്പോന്നു, അവൻ ഇത്രയും പൈസയാണ് ചോദിക്കുന്നത്, നമുക്ക് എന്തായാലും അത് കൊടുക്കണം എന്നൊക്കെ. ഇതിന് മറുപടിയായിട്ട് അവർ പറയുന്നതോ, നമ്മുടെ കയ്യിൽ അത്ര പൈസ ഒന്നുമില്ല, നീ ആണെങ്കിൽ 1 വർഷം അവൻ്റെ ഭാര്യയായിട്ട് തന്നെ അഭിനയിക്കണമെന്ന് പറയുന്നുണ്ട്. ഇവളെന്നിട്ട് ഗതി കെട്ട് അവൾ പിന്നെയും തിരിച്ചു പോവുകയാണ്. നോക്കുമ്പോൾ അവൻ ഇങ്ങനെ ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ സോറി പറഞ്ഞു പോകാനൊന്നും നമ്മുടെ പെണ്ണിന് പറ്റില്ലല്ലോ. അവളാണെങ്കിൽ അവന് പോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. അങ്ങനെ ഫ്ലേർട്ട് ചെയ്ത് അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഭയങ്കര റൊമാൻസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവനാണെങ്കിൽ അതിൽ ചെറുതായിട്ടൊന്ന് വീണ് പോകുന്നുണ്ടെങ്കിൽ പിന്നെ അവൻ കൺട്രോൾ ചെയ്ത് ഒന്ന് മാറിപ്പോന്ന് പറഞ്ഞിട്ട് ഇവളെ ആട്ടി വിടുകയാണ്. ഇവൾക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അവൾ എന്നിട്ട് എന്താ ചെയ്യുന്നത്, അവളാണെങ്കിൽ ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് വീടിനെ 2ആയിട്ട് വേർതിരിക്കുകയാണ്, അതിർത്തി പോലെ. മേലെ നീ ഇങ്ങോട്ട് കടന്നു പോരുത്, കടന്നാൽ ഞാൻ കാണിച്ചു തരാം നിനക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ മേളിലോട്ട് കയറിപ്പോവാണ്. ഇവരിങ്ങനെ കിടക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അവൾ ഓടി വന്ന് പറയാണ്, ഞാൻ പറഞ്ഞ് നന്നായിട്ട് നീ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവനും അത് സമ്മതിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവള് നൈറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് തന്നെ ഇവൻ കുറേ ഫുഡൊക്കെ ഇങ്ങനെ വെച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മണം കേട്ടിട്ട് അവൾക്ക് ആകെ വിശപ്പ് വരുന്നുണ്ട്. ഇവളിങ്ങനെ നൈസായിട്ട് അതിങ്ങനെ പൊക്കി കയറാൻ നോക്കുന്നുണ്ടല്ലോ. അവനാണെങ്കിൽ ഈ കാര്യം പറഞ്ഞിട്ട് അവളെ പിന്നിട്ട് ദേഷ്യം പിടിപ്പിക്കുകയാണ്. നീ എനിക്ക് ഫുഡൊന്നും തരണ്ടാണ്, ഞാൻ എന്തായാലും ഓർഡർ ചെയ്ത് കഴിച്ചോളാം എന്നിട്ട് ഇവള് കയറി പോകാൻ നോക്കുമ്പോൾ അവൻ പറയുന്നത്, ഡോർ എവിടെയാ നീ നോക്കുമ്പോഴെന്നെ ഇവൾ ഒട്ടിച്ചതിൽ അവൻ്റെ ഭാഗത്താണ് ഡോറ്. അതുകൊണ്ട് അവൾക്ക് കിച്ചണിലോട്ടും കയറാൻ പറ്റില്ല, ഡോറിലോട്ടും പോകാൻ പറ്റില്ല. അവൾ ആകെ പെട്ടിരിക്കണം. ഞാൻ നിനക്ക് കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് പിന്നെ അഹങ്കരിച്ച് അവൾ പോവുകയാണ്. എന്നിട്ട് ഓർഡർ ചെയ്ത ഫുഡ് ആണെങ്കിൽ ഒരു ചെറുക്കൻ കൊണ്ടുവരികയാണ്. എന്നിട്ട് അവൾ ബാൽക്കണി നിന്ന് പറയുകയാണ്, ഇതിലിങ്ങനെ കയറ്റി തന്നാൽ മതി, ഞാൻ എടുത്തോളാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അവനാണെങ്കിൽ അതിൽ കൊളുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവളിത് പയ്യെ ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് തന്നെ നമ്മുടെ ജി വന്ന് പേടിപ്പിക്കുകയാണ്. അവൾ അങ്ങനെ പേടിച്ച് ആ ഫുഡ് താഴെ പോയിട്ട് ചിതറുകയാണ്. എന്നിട്ട് അപ്പോഴും ഇവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവിടെ എന്നിട്ട് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലാണ്, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടൊക്കെ ഇവള് പോകുന്നുണ്ട്. അതിനുശേഷം രാത്രിയായിട്ട് നമ്മുടെ ജി ആണെങ്കിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയായിരിക്കും. എന്നിട്ട് ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട്. അവൻ ആദ്യമൊക്കെ ഒന്നും മൈൻഡ് ചെയ്തില്ലെങ്കിലും പിന്നെ തണുപ്പ് കൂടി വന്നിട്ട് ഇവൻ നോക്കുമ്പോൾ എന്നാ ഇവളാണെങ്കിൽ AC നന്നായിട്ട് കുറച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു ഐസ്ക്രീം ഒക്കെ തിന്നിട്ട് പെണ്ണിങ്ങനെ വരികയാണ്. എന്നിട്ട് ഇവളിന് മനസ്സിലായി ഇവളുടെ പണിയായതെന്ന്. എന്നിട്ട് അവനാണെങ്കിലോ ആ സെല്ലോ ടേപ്പൊക്കെ വലിച്ച് കീറി അവളുടെ അടുത്തേക്ക് പോയിട്ട് ആ ഭിത്തിയോട് ചേർത്ത് നിന്നിട്ട് പേടിപ്പിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇവളാണെങ്കിലോ പേടിച്ച് ഓടിപ്പോവുകയാണ്, ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവനാണെങ്കിലോ ജസ്റ്റ് തമാശയ്ക്ക് വേണ്ടിയിട്ട് ആ AC ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരുന്നത്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പെണ്ണാണെങ്കിലോ അടുത്ത ദിവസം ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയണേ, എങ്ങനെയും ആ 1 മില്യൺ അവന് കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും സഹിക്കാനൊന്നും പറ്റത്തില്ല, 1 വർഷം എനിക്ക് ഒട്ടും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് അവർ ഓർക്കുന്നത് അന്ന് വന്ന ഡീലിങ്സിനെ കുറിച്ച്. അവർ 1 മില്യൺ തരാമെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ അത് നമുക്ക് എന്തെങ്കിലും കാണിക്കാമെന്ന് ഇവർ തീരുമാനിക്കുന്നു. അന്നത്തെ ടൈമും എല്ലാം ഓർത്ത് നമ്മുടെ ഷെന്നാണെങ്കിൽ അവരെ തിരിച്ച് കോൾ ചെയ്യുകയാണ്. കണ്ണാടി ചെറുക്കനും ഇവളും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ആർക്കാണ് ഇതൊക്കെ ഓർമ്മയുണ്ടാവുക, 3 ദിവസം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മുടെ പെണ്ണാണെങ്കിലും അതെല്ലാം ഓർത്ത് വെച്ച് അവരോട് എല്ലാം ഡൺ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കുന്നു ഡീലിങ്സ്. അപ്പോഴത്തേക്കും കണ്ണാടി ചെറുക്കൻ്റെ അക്കൗണ്ടിലോട്ട് 5 ലക്ഷം രൂപ കയറുകയാണ്. ഇവരാകെ ഇതാവുകയാണ്. കാരണം ഇത് ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ള കേസാണ്, തട്ടിപ്പല്ലാന്ന് ഇവർക്ക് മനസ്സിലാകുന്നു.
ഇതേ സമയം ജിങ്കി ആണെങ്കിൽ കാറിൽ ആരെയോ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പത്തേക്കും വേറൊരു കാറ് വന്നിട്ട് ഇവൾക്ക് എന്തോ ഒരു സാധനം കൊടുക്കുന്നു. ഇവൾ എന്നിട്ട് തിരിച്ച് അയാൾക്ക് ക്യാഷും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവൾ ഇങ്ങനെ നോക്കുന്നത് എന്താണെന്നറിയാവോ? നമ്മുടെ സോങ്ങിന്റെയും ജിയുടെയും ഫോട്ടോസാണ്. അന്ന് ഇവരാണെങ്കിൽ ജോസഫ് ആയിട്ടുള്ള ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഒരാൾ വന്ന് ഫോട്ടോ എടുത്തില്ലേ, അത് ഇവൾക്ക് വേണ്ടിയിട്ടുള്ള ചാരപ്പണിയാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇവളാണെങ്കിലോ അതെല്ലാം കണ്ടിട്ട് നമ്മുടെ ജീനെ വിളിച്ചിട്ട് മീറ്റ് ചെയ്യണമെന്ന് പറയുകയാണ്. എന്നിട്ട് ജീനെ കാണുമ്പോൾ ഇവൾ പറയുന്നതോ, നിന്റെ ഭാര്യയാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് നിന്നോട് ഇങ്ങനെയൊക്കെ സ്നേഹം നടിക്കുന്നത്, നീ അതിലൊന്നും വിശ്വസിക്കരുതെന്ന് പറയുന്നു. ഇത് കേട്ട് ജി ആകട്ടെ, നീ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്? ഞാനും എൻ്റെ ഭാര്യ പരസ്പരം നല്ല സ്നേഹത്തിലാണ്. അവൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് അവളോടും അവൾക്ക് എന്നോടും നല്ല ഇഷ്ടമാണ്. മേലാൽ നീ ഈ കാര്യം പറഞ്ഞ് എന്നെ ഇനി മീറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടിട്ട് അവൻ പോകുന്നു. ഇവളാണെങ്കിൽ ആകെ നാണം കിട്ടുപോയി. കാരണം ഇത്രയും ഓരോ കഷ്ടപ്പെട്ട് ചെയ്തിട്ടും ഒന്നും അങ്ങ് ശരിയായില്ലല്ലോ എന്നോർത്ത്. പിന്നെ അടുത്ത സീനിലായിട്ട് കാണുന്നത് സോങ് ആണെങ്കിൽ ഒരു ഡീലിങ്സ് ഏറ്റെടുത്തല്ലോ. അയാളെ കാണാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. അവളുടെ കയ്യിലാണെങ്കിൽ ഫോട്ടോസ് ഒന്നുമില്ല. ഇയാളെ നേരിട്ട് കണ്ടാൽ മനസ്സിലാകുമെന്നാണ് പറഞ്ഞത്. നോക്കുമ്പോഴതാ നമ്മുടെ അനിയും കുട്ടനാണ് ആ ബൈക്കിൽ വരുന്നത്. ഇവൾക്ക് കണ്ടതും ദേഷ്യം വരും. നീയാണോ ഇങ്ങനെയൊക്കെ കാണിച്ചത്? നീ എന്നെ കളിപ്പിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവൾ ദേഷ്യത്തോടെ പോവുകയാണ്. എന്നിട്ട് ഇവൾ തിരിഞ്ഞു പോവാൻ നിൽക്കുമ്പോഴത്തേക്കും ആ റോഡിലൂടെ ഒരു ബൈക്ക് വരികയാണ്. നമ്മുടെ അനിയും കുട്ടനാണ് ഇവളെ ലക്ഷിച്ച് ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പത്തേക്കും അതാണെങ്കിൽ നമ്മുടെ ജിങ്കി ആണെങ്കിൽ ഫോട്ടോ എടുക്കുകയാണ്. ഇവൾക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. ഇവളാണെങ്കിൽ പിന്നെ ഇവളുടെ പുറകിൽ ഇങ്ങനെ നടന്ന് ഓരോന്ന് ഒപ്പിക്കുകയാണ്. അനിയും കുട്ടനാണെങ്കിൽ നോൺ സ്റ്റോപ്പ് ആയിട്ട് അവനെ കുറിച്ച് ഇങ്ങനെ അവളോട് പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവളിങ്ങനെ പറയണടാ നീ ഒന്നും നിർത്തി, എനിക്ക് നിന്നെ കുറിച്ച് ഇതൊന്നും കേൾക്കണ്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ദേണ്ട വരുന്നു കുറേ മീഡിയാസ്. ഇവർക്ക് എന്താ അവിടെ നടക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇതേ സമയം ജിങ്കി ആണെങ്കിൽ അതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ട്. ഇവളുടെ വേലയായിരിക്കും ഇത്. അപ്പത്തേക്കും നമ്മുടെ ജീനെ കാണിക്കുകയാണ്. ജി ആണെങ്കിൽ അവിടെ ഓഫീസിലാണെങ്കിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയർമാനും അങ്കിളും ഒക്കെ ഉണ്ടാകും. അപ്പൊ അവന്റെ ഫോണിലോട്ടാണെങ്കിൽ ഒരു മെസ്സേജ് വരികയാണ്. ഇത് കണ്ടതും ഒന്നും ആലോചിക്കാതെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഇതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഇതേ മെസ്സേജ് തന്നെ വരികയാണ്. എന്തെന്ന് വെച്ചാൽ അനിയും കുട്ടനും സോങ്ങും തമ്മിൽ ഇപ്പോൾ റിലേഷൻ ആണെന്നും ജീന അവള് വിട്ടുകളഞ്ഞെന്നും. ഇത് കേട്ട് ചെയർമാനും ആകെ ടെൻസ്ഡ് ആവാണ്. എന്നിട്ട് ഇവരാണെങ്കിൽ ഓടി പോവുകയാണ് അവരുടെ അടുത്തേക്ക്. ഇനി എന്തൊക്കെയാണ് ഈ ജിങ്കി കാരണം നടക്കാൻ പോകുന്ന പുകിലുകളെന്ന് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്കും കമന്റും ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അടുത്ത എപ്പിസോഡുമായി കാണാം. ബൈ.